സജി ചെറിയാന്റെ പരാമർശത്തെ ന്യായീകരിച്ച് മന്ത്രി വി ശിവൻകുട്ടി. ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ചെറുക്കപ്പെടണമെന്നാണ് സജി ചെറിയാൻ പറഞ്ഞത്. സജി ചെറിയാൻ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയ ആളാണ്. സജി ചെറിയാന്റെ പരാമർശത്തെ വളച്ചൊടിച്ചാണ് വാർത്തകൾ പ്രചരിപ്പിച്ചതെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. സജി ചെറിയാൻ പറഞ്ഞത് ക്ലിയറാണ്. ന്യൂനപക്ഷ വർഗീയതയായിരുന്നാലും ഭൂരിപക്ഷ വർഗീയതയായിരുന്നാലും ഒരേ രൂപത്തിൽ തന്നെയാണ് CPI അതിനെ എതിർക്കാൻ വേണ്ടി ഉള്ള നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ അത് ഓരോ പ്രദേശത്തിനും ചെല്ലുമ്പോൾ വർഗീയത ചില സ്ഥലങ്ങളിൽ ന്യൂനപക്ഷമാവും, ചില സ്ഥലങ്ങളിൽ ഭൂരിപക്ഷമാവും. ഇത് രണ്ടും നമ്മുടെ നാട്ടിലെ ആപത്താണ്. കേരളത്തിൽ വർഗീയ കലാപം ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ്. സജി ചെറിയാനും പറഞ്ഞത് അത് തന്നെയാണ്. സജി ചെറിയാനെല്ലാം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിന് വേണ്ടിയൊക്കെ തന്നെ നിരന്തരമായ എന്തെല്ലാം പോരാട്ടങ്ങളും എന്തെല്ലാം പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അതെല്ലാം ഒരു ദിവസം കൊണ്ട് അദ്ദേഹം മതേതരത്വത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാതാവുമോ? പത്രങ്ങൾ വളച്ചൊടിച്ച് വന്നതാണ്. അത് വളച്ചൊടിച്ച് വന്നായിട്ട് നമ്മൾ കൂട്ടിയാൽ മതിയാവും. വിജിൻ വായന്തോട് ചേരുന്നുണ്ട്. വിജിൻ, വർഗീയ പരാമർശങ്ങൾ ഒഴിവാക്കും, ഇല്ലെങ്കിൽ ഇനി ആ രീതിയിൽ ഉണ്ടാകില്ല എന്ന് പാർട്ടിയും സർക്കാർ നിർദ്ദേശിക്കേണ്ട സാഹചര്യം വന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയും സജി ചെറിയാനെ പിന്തുണച്ചുകൊണ്ടുവരുന്നത്. എങ്ങനെയാണ് അതിനെ അദ്ദേഹം ന്യായീകരിക്കുന്നത്? പരാമർശവുമായി ബന്ധപ്പെട്ട് തന്നെ ഇക്കാര്യത്തിൽ വലിയ വിവാദങ്ങൾ കൊഴുക്കുകയും അതിനിടയിൽ CPM തന്നെ ഔദ്യോഗികമായി ഇക്കാര്യത്തിലൊരു കൃത്യമായ വിശദീകരണം നൽകുകയും ഒരുപക്ഷെ സജി ചെറിയാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തുകയും ഒന്നും ചെയ്യാതിരിക്കുന്ന ഘട്ടത്തിലാണ് നിലവിൽ മന്ത്രിസഭയിലെ ഒരു അംഗം കൂടിയായ വി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ കൃത്യമായി സജി ചെറിയാനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. സജി ചെറിയാൻ പറഞ്ഞതിനെ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണ് എന്നുള്ളതാണ് വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഒപ്പം തന്നെ ഭൂരിപക്ഷ വർഗീയതയ്ക്കും എതിരായിട്ടുള്ള നിലപാടാണ് നിലവിൽ സജി ചെറിയാൻ സ്വീകരിച്ചിട്ടുള്ളത്. ആ പ്രസ്താവനയിൽ തെറ്റില്ല എന്നുള്ള കാര്യമാണ് വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നത്. ഒപ്പം ഇക്കാര്യത്തിൽ കൂടുതൽ, അതായത് ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങളും ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ഒക്കെ ചെയ്ത ആളാണ്, അക്രമങ്ങൾക്കെതിരെ ഉൾപ്പെടെ ശബ്ദമുയർത്തിയ ആളാണ് സജി ചെറിയാൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മതേതര നിലപാടിനെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞതിൽ തെറ്റില്ല. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കപ്പെടേണ്ട വിഷയമാണ്. ആ വിഷയത്തിലുള്ള നിലപാടാണ് സജി ചെറിയാൻ സ്വീകരിച്ചത് എന്നുള്ളതാണ് നിലവിൽ വി ശിവൻകുട്ടി അദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ട് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ മന്ത്രിസഭയിലെ ഒരു അംഗത്തിനെ അദ്ദേഹത്തിന്റെ വിവാദ പരാമർശത്തെ ഒക്കെ ന്യായീകരിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് നിലവിൽ വി ശിവൻകുട്ടി രംഗത്തെത്തിയിരിക്കുന്നത്. ധന്യ. യെസ്, അത് മാത്രമല്ല ഈ രീതിയിൽ അതിപ്പോൾ വലിയ വിവാദമായ സാഹചര്യമുണ്ട്. പാർട്ടിക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളോട് എതിർപ്പുള്ള സാഹചര്യം, തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ ഇതെല്ലാം, അതായത് പറയുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ പോലും വളച്ചൊടിക്കാനുള്ള സാധ്യത പോലും പാർട്ടി മുന്നിൽ കാണുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ കൂടി പാർട്ടിയിൽ നിന്ന് ഉയരുന്നില്ലേ? എന്ത് തീരുമാനമായിരിക്കും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി പാർട്ടി ഇനി മുമ്പോട്ടെടുക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുണ്ടാക്കിയിരിക്കുന്ന അതൃപ്തി അതിനെ എങ്ങനെയായിരിക്കും മറികടക്കുക? ഇക്കാര്യത്തിൽ തന്നെ ചോദ്യം വളരെ കൃത്യമാണ്. കാരണം ഈ വിഷയത്തിൽ ഇങ്ങനെയൊരു പരാമർശം, അതായത് കാസർഗോഡെയും മലപ്പുറത്തെയും ലീഗ് ജയിച്ചു വന്ന സ്ഥലങ്ങളിൽ, ലീഗ് എന്നല്ല വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പേരെടുത്ത് നോക്കിയാൽ ഇക്കാര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വേർതിരിവാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാകും എന്നുള്ള സൂചന നൽകുന്നതായിരുന്നു സജി ചെറിയാന്റെ ഭാഗത്തുള്ള പരാമർശം. സ്വാഭാവികമായും ആ വിഷയത്തെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ഈ വിഷയത്തിലുള്ള പ്രതികരണം ആരാഞ്ഞ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം അതിന് മറുപടി നൽകാതെ മാറിപ്പോവുകയാണ് ചെയ്തത്. 2 തവണ അദ്ദേഹത്തോട് ഓരോ ദിവസവും അഭിപ്രായം ചോദിച്ചപ്പോഴും ഇക്കാര്യത്തിൽ പ്രതികരണം ഇല്ല എന്നുള്ളതായിരുന്നു CPMന്റെ ഒരു നിലപാടായി CPM സംസ്ഥാന സെക്രട്ടറി മാറിപ്പോകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കണ്ടത്. പക്ഷേ അതിൽ നിന്ന് മാറിയാണ് നിലവിൽ ഇപ്പോൾ വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. എന്തായാലും CPM ഇക്കാര്യത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്, അതായത് ഇങ്ങനെയുള്ള വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കേണ്ടതാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടി ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 2 മാസം മാത്രമാണ് ബാക്കി. ആ ഘട്ടത്തിൽ ഇത്തരത്തിൽ മന്ത്രിമാരും CPM നേതാക്കളും ജനപ്രതിനിധികളുമൊക്കെ വിവാദ പരാമർശങ്ങൾ നടത്തുന്നത്, വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ അതിൽ ഉണ്ടാകുന്ന തെറ്റുകൾ, അതിലുണ്ടാകുന്ന പിശകുകൾ ഉൾപ്പെടെ അതിൽ വളരെ സൂക്ഷ്മത വെച്ച് വേണം പ്രതികരിക്കാൻ എന്നുള്ളതാണ് നിലവിൽ CPM തന്നെ നേതാക്കൾക്ക് നൽകാൻ പോകുന്ന
ഉണ്ടാകുന്ന നിർദ്ദേശം, അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ MLA-മാരായിട്ടുള്ള ആളുകൾക്കുൾപ്പെടെ CPM നൽകി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഒരു കാരണവശാലും തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു പരാമർശവും ഒരു നേതാവിന്റെയും ഭാഗത്ത് ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം CPM നൽകുകയാണ്. ഒപ്പം തന്നെ സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ ജനപ്രതിനിധികൾക്കും ആ നിർദ്ദേശം നിലവിൽ നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ ആദ്യമായിട്ടല്ല സജി ചെറിയാനിൽ നിന്ന് ഇത്തരം പരാമർശം ഉണ്ടാകുന്നത്. നേരത്തെ ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയതിന്റെ പേരിൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കപ്പെട്ട സാഹചര്യം പോലുമുണ്ട്. കോടതിയുടെ രൂക്ഷ വിമർശനം പോലും ഉണ്ടായ സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഭരണഘടനാ ലംഘനം നടത്തിയെന്ന് പോലും പരാതി ഉയരുന്ന രീതിയിലുള്ള ഒരു പരാമർശം സജി ചെറിയാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ അത്തരം പരാമർശങ്ങൾ നടത്തരുത് എന്നുള്ള കർശനമായ നിർദ്ദേശത്തിലേക്ക് CPM പോകാനാണ് നിലവിൽ സാധ്യത. ധന്യ. ശരി വിജയൻ.